പാപ്പയ്യ ശാസ്ത്രി വിദ്യാർത്ഥികൾ. എപ്പിസോഡ് നമ്പർ 6. ഗ്രാമം മുഴുവനും ഉത്സവം പോലെ അലങ്കരിച്ചു. അതിന് കാരണം ഗ്രാമത്തിന്റെ മുഖ്യ മാർത്താണ്ഡവർമ്മന്റെ മോളുടെ കല്യാണം. അടുത്തുള്ള ഗ്രാമത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. എല്ലാരും അങ്ങോട്ട് പോകുന്ന ആ കാഴ്ച കണ്ട് നന്ദു, ആനന്ദ്, വീരാനന്ദനും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമായി. പാപ്പയ്യ ശാസ്ത്രി ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കസേരയിലിരുന്ന് അവരുടെ ഇഷ്ടപ്പെട്ട രാഗം മൂളിക്കൊണ്ടിരുന്നു. അങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വന്നു. ഗുരുയുടെ പാദത്തിന് താഴെ അവരിരുന്നു. ദേ നോക്കൂ, കല്യാണം സ്വർഗത്തിലാണ് നിശ്ചയിക്കുന്നത്, അറിയുമോ? അപ്പൊ ഭൂമിയിൽ നടക്കുന്നത് രണ്ടാമത്തെ കല്യാണാണോ? പാപ്പയ്യ ശാസ്ത്രി കേൾക്കുന്ന രീതിയിൽ തന്നെ ഒച്ചയിലാണ് അവർ പറഞ്ഞത്. ഗുരു എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ല. ദേ നോക്ക്, നേരത്തെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എപ്പോഴത്തെ പോലെ തന്നെ അങ്ങനെയാണോന്ന് ചോദിച്ചു. അതേ, ഓർമ്മയുണ്ട് ഗുരു. പെല്ലോ രക്ഷിത രക്ഷിതഹ എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തെ സംരക്ഷിച്ചാൽ ഭാര്യമാര് നമ്മളെ സംരക്ഷിക്കും. അങ്ങനെയാണെന്ന് വിശ്വാസത്തോടെ തന്നെ ധൈര്യത്തോടെ പറഞ്ഞു. അത് കേട്ടതോടെ തന്നെ പാപ്പയ്യ ശാസ്ത്രിയുടെ തലയ്ക്ക് മീതെ കിളി പറക്കാൻ തുടങ്ങി. കല്യാണം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എന്ത് വിഡിത്തായി പറയുന്നത്? ധർമ്മോ രക്ഷത രക്ഷിതഹ എന്ന് വച്ചാൽ നമ്മൾ ധർമ്മത്തെ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കുമെന്ന് അവൻ കാർന്ന പോലെ പറഞ്ഞു. അത് കേട്ട വീരാനന്ദന് ഭയങ്കരമായി ദേഷ്യം വന്നു. ക്ഷമിക്കണം ഗുരു, അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ദേഷ്യത്തെ അടക്കി വെച്ച് സംസാരിച്ചു. പാപ്പയ്യ ശാസ്ത്രിയും ശരിയെന്ന് പറഞ്ഞ് മൗനമായി ഇരുന്നു. ദേ നോക്കൂ, വെള്ളം എന്നാൽ എന്താണെന്ന് അറിയുമോ? വെള്ളം എന്താണെന്ന് എനിക്കറിയില്ലേ. കല്യാണത്തിന് ഭക്ഷണം വിളമ്പുമ്പോ തൊട്ടടുത്ത് തന്നെ വെള്ളം ഒഴിക്കില്ലേ? അതേടാ, കല്യാണത്തില് കച്ചേരിയൊക്കെ ഉണ്ടാവില്ലേ? അതേടാ, ഞാനും കണ്ടതാ. അങ്ങനെ അവരെന്ത് സംസാരിച്ചാലും കല്യാണത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചോണ്ടിരുന്നു. ഇത് പാപ്പയ്യ ശാസ്ത്രി ശ്രദ്ധിച്ചു. എന്താടാ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നെ? എന്താണ് വിഷയം? നിങ്ങളിൽ ആരെങ്കിലും പ്രേമത്തിൽ അകപ്പെട്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ 3 പേർക്കും ഞെട്ടലായി. അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗുരു. നമ്മുടെ ഗ്രാമത്തലവൻ മാർത്താണ്ഡവർമ്മയുടെ മകളുടെ കല്യാണത്തിന് നാട്ടുകാരൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളും കൂടി പോകുന്ന കാര്യം. അങ്ങനെ കുറച്ചായി പറഞ്ഞോണ്ടിരുന്നു. അതിന് പാപ്പയ്യ ശാസ്ത്രി ഒരുപാട് ചിരിച്ചു. ഗുരു എന്തിനാണ് ചിരിക്കുന്നതെന്ന് 3 പേർക്കും മനസ്സിലായില്ല. എടാ വിഡ്ഢികളെ, ഗ്രാമത്തലവൻ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. ഞാൻ തന്നെ നിങ്ങളെ 3 പേരെയും അയക്കാമെന്ന് വിചാരിച്ചതാ. അങ്ങനെ പറഞ്ഞ ഉടനെ 3 പേരും ധൃതി വെച്ച് ചോദിച്ചതിലും നാണം കെട്ടു. വൈകുന്നേരം ആയപ്പോ 3 പേരും നല്ല ഭംഗിയോടെ തയ്യാറായി അടുത്ത ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കല്യാണത്തിന് ഉണ്ടംപുരി വിളമ്പി. ആ ഉണ്ടംപുരിയുടെ രുചി വളരെ സ്വാദിഷ്ടമായിരുന്നു. 3 പേർക്ക് ആ ഉണ്ടംപുരി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല, ഇത് നല്ല രസമുണ്ടല്ലേ കഴിക്കാൻ? അതെടാ, ഇത് നമുക്ക് അമ്മയോട് ഉണ്ടാക്കിത്തരാൻ പറയണം. തീർച്ചയായും. പക്ഷേ ഇതിന്റെ പേരെന്തെന്നാ അറിയില്ലല്ലോ. അതിനെന്താടാ, നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാ പോരെ? അങ്ങനെ മരത്തിന്റെ അടുത്ത് ബീഡി വലിച്ചോണ്ടിരുന്ന മുത്തശ്ശന്റെ അടുത്തോട്ട് പോയി. കാർന്നോരെ, ചുരുട്ട് വലിച്ചോണ്ടിരിക്കുകയല്ലേ? അല്ല, മഹാരാജാവിന്റെ കോട്ട എങ്ങനെ മോഷ്ടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ 3 പേരും ആശ്ചര്യത്തോടെ നോക്കി. അല്ല, എന്താടാ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ 3 പേരും ആ ഉണ്ടംപുരിയെ കാണിച്ച്, ഇതിന്റെ പേരെന്താ? അങ്ങനെ കേട്ടോടനെ, എന്ത്? ഇതിന്റെ പേരറിയില്ലെന്നോ? നിങ്ങൾ ഏത് ഗ്രഹത്തിന്നാ വരുന്നത്? ഭൂലോകത്തിന്നാ കാർന്നോരെ? ഒന്ന് മനസ്സ് വെച്ച് ഞങ്ങളെ സഹായിച്ചൂടെ? അങ്ങനെയെന്ന് നിഷ്കളങ്കതയോടെ അവര് ചോദിച്ചു. മുത്തശ്ശൻ ഇവരുടെ നിഷ്കളങ്കത കണ്ട് ചിരിച്ചു. ഇതിനെ ഉണ്ടംപൊരി എന്ന് പറയും. അങ്ങനെ പറഞ്ഞു. 3 പേരും വീട്ടിലേക്ക് പുറപ്പെട്ടു. 3 പേരും നടന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ദേ നോക്ക്, ഈ പേര് മറക്കാതിരിക്കാൻ 3 പേരും മനസ്സിൽ അതുതന്നെ പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞോടനെ 3 പേരും അതിന് ശരിയെന്ന് പറഞ്ഞു. 3 പേരും ഉണ്ടംപുരി 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 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ നടന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോ ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ദേ നോക്ക്,
ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഓട്ടത്തിൽ തന്നെ നമുക്കിത് ചാടിക്കടക്കാം. അങ്ങനെ പറഞ്ഞ ഉടനെ 3 പേരും ആ തോടിനെ മറികടക്കാൻ തയ്യാറായി. ആദ്യം നന്ദു ജയ് ബജ്രംഗ് ബലി എന്ന് പറഞ്ഞ് ആ തോട് ചാടി. ആനന്ദ് എന്താ ചെയ്തെന്ന് വെച്ചാ ഹൈലസ എന്ന് പറഞ്ഞ് ചാടി. അവസാനം നമ്മുടെ വീരാനന്ദൻ ഹൈ സറബല്ല എന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞ് തോട് ചാടി. അപ്പത്തൊട്ട് നന്ദു മനസ്സിൽ ജയ് ബജ്രംഗ് ബലി എന്ന് പറഞ്ഞ് നടന്നു. അതേ നേരം ആനന്ദ് മനസ്സിൽ ഹൈലസ എന്ന് തന്നെ വിചാരിച്ച് ഉണ്ടംപുരിയുടെ പേരെ മറന്നു. വീരാനന്ദൻ ഹൈസറബല്ല എന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങി. 3 പേരും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോയി. അടുക്കളയിൽ പരിപ്പ് വേവിച്ചുകൊണ്ടിരുന്ന തുളസി അമ്മയുടെ അടുത്തേക്ക് വന്നു. 3 പേരെ കണ്ട ഉടനെ തുളസിയമ്മ, എന്താണ് 3 പേരും വന്നോ? കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ സാധാരണ രീതിയിൽ പെണ്ണുങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിച്ചു. 3 പേരും അതിന് ഉത്തരവും കൊടുത്തു. എന്നാൽ മുഖം കണ്ടാൽ എന്തോ പ്രശ്നമുള്ളതായി തോന്നി. ഇത് തുളസിയമ്മ ശ്രദ്ധിച്ചു. എന്താണ്? എന്തോ ചോദിക്കാനുണ്ടെന്നിട്ട് ചോദിക്കുന്നില്ലല്ലോ, എന്താണെങ്കിലും പറയ്. അങ്ങനെ സ്നേഹത്തോടെ അവരോട് ചോദിച്ചപ്പോ 3 പേരും കഴിച്ച പലഹാരത്തിനെ കുറിച്ച് അത് ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞു. ഓ, അത്രയുള്ള കാര്യം. ശരി, അതിന്റെ പേരെന്താ? പറയ്, ഞാൻ ഉണ്ടാക്കിത്തരാം. അത് കേട്ടതോടെ 3 പേർക്ക് ഒരുപാട് സന്തോഷമായി. ജയ് ബജ്രംഗ് ബലി ഉണ്ടാക്കി തരൂ അമ്മേ. അങ്ങനെ പറഞ്ഞ ഉടനെ തുളസി അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അല്ല, അതിന്റെ പേര് ബജ്രംഗ് ബലി അല്ല, ഹൈലസ. അയ്യോ, ഐലസയല്ല, ഐസ്രബജ. അങ്ങനെ 3 പേരും വേറെ വേറെ പേരാണ് പറഞ്ഞത്. തുളസി അമ്മയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. എടാ, നിനക്കൊന്നും അറിയില്ല. അതിന്റെ പേര് ഐലസ എന്നാ. എടാ, ഐലസയല്ല, ഐസ്രബജ. എടാ, ബജ്രംഗ് ബലിയാടാ. അങ്ങനെ ഓരോരുത്തരായി ദേഷ്യപ്പെടാൻ തുടങ്ങി. ആ ദേഷ്യം വലുതായി. 3 പേർക്കിടയിൽ അത് വഴക്കായി മാറി. 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. നിർത്തടാ. തുളസിയമ്മ പറഞ്ഞിട്ടും അവരടങ്ങിയില്ല. വഴക്കിട്ടോണ്ടേയിരുന്നു. ആ സമയത്ത് പാപ്പയ്യ ശാസ്ത്രി അവിടേക്ക് വന്നു. എടാ മണ്ടന്മാരെ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അങ്ങനെ ദേഷ്യത്തിൽ ശബ്ദമുണ്ടാക്കിയ ഉടനെ 3 പേരും മിണ്ടാതെയായി. എന്താ ഉണ്ടായതെന്ന് പറയേ. അങ്ങനെ കേട്ട ഉടനെ 3 പേരും നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മണ്ടന്മാരെ, ഇതിനാണോ വഴക്കൂടുന്നത്? എല്ലാവരുടെ ശരീരവും ഉണ്ടംപൊരി പോലെ വീങ്ങിയിരിക്കുക. അങ്ങനെ പറഞ്ഞ ഉടനെ 3 പേരും ഞങ്ങളും പറയാൻ വന്നത് അത് തന്നെയാ എന്ന് ഒരുപോലെ 3 പേരും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ പാപ്പയ്യ ശാസ്ത്രിക്ക് അപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. അവരുടെ ഈ നിഷ്കളങ്കത കണ്ട് എല്ലാവരും ചിരിച്ചു. ഗുരുവും ശിഷ്യന്മാരും കൂടെ ചേർന്ന് തുളസിയമ്മ ഉണ്ടാക്കിയ ഉണ്ടംപൊരി എല്ലാരും സന്തോഷത്തോടെ കഴിച്ചു. ഇത് ഇന്നത്തേക്കുള്ള കഥ. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.